മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശൈത്യ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പനയുടെ മൊത്തം ശക്തി എടുത്തുകൊണ്ട് അനുമോളുടെ നേർക്ക് വരികയാണ്. നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കുന്നതാണ് അനുമോളോട് പറഞ്ഞിരിക്കുന്നത്. നീ എന്നെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ് പരത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ സമയത്ത് അനുമോൾ ആദിലനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണേ? എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് അനുമോളെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? ഇതെന്തെങ്കിലും വന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൻ്റെ പല്ലടിച്ച് കൊഴിക്കുന്നൊക്കെയാണ് പറയേണ്ടതെന്ന്. ആദിലെ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് തന്നെയാണ് അനുമോൾ ചെയ്തത്. ആദിലയും ശൈത്യയും രാവിലെ തന്നെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അനുമോളോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ ചെന്നാൽ അവൾ സമ്മതിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, അവൾ എന്താണെങ്കിലും സമ്മതിക്കാൻ സാധ്യതയില്ല എന്നാണ് ആദില പറഞ്ഞത്. ആദില പറഞ്ഞ കാര്യം അവിടെ ഫസ്റ്റ് തന്നെ അവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദില എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഉത്തരം മുട്ടി തിരിച്ച് നടന്നു പോകുമെന്നാണ് ആദില പറഞ്ഞത്. ആ സമയത്ത് ആദിൽ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കറിയോ സത്യങ്ങൾ എന്താണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനിവിടെ വേറെ അവളെക്കുറിച്ച് മോശമായ ഒരു കാര്യം ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ മസ്താനിയാണ് വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന്. മസ്താനി പുറത്തുനിന്ന് ഷോ കണ്ട് വന്ന ഒരാളാണ്. ഇവിടെ എല്ലാവരെയും തമ്മിലടിപ്പിക്കുക എന്നതാണ് ബിഗ് ബോസിൻ്റെ കളി എന്നാണ് വൈൽഡ് കാർഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല കളികളും തുടങ്ങിക്കഴിഞ്ഞു. മസ്താനി എന്തെങ്കിലും കാര്യം വന്നു പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആദിൽ എന്താണെന്ന് പോലും ചിന്തിക്കാതെ വന്നിട്ടാണ് അനുമോളുടെ അടുത്ത് മെക്കിട്ടേറാൻ വരുന്നത്. ആ സമയത്ത് അനുമോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് അവൾ സംസാരിക്കേണ്ടത്. എൻ്റെ അടുത്ത് വന്ന് അടുത്തിരുന്ന് ബാ അനുമോളെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ റെഡിയായിരുന്നു. അവളിങ്ങനെ ദേഷ്യപ്പെട്ട് പല്ലടിച്ച് കൊഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? അപ്പോൾ നമ്മുടെ എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് മിണ്ടാണ്ട് അവിടുന്ന് പോവുകയാണ്. അനുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് ന്യായം എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലേക്ക് ഒന്നും പറയാനില്ല, മിണ്ടാണ്ട് അവിടുന്ന് പോയിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ പോയി ആര്യൻ്റെ മുമ്പിലും അതേപോലെ തന്നെ അപ്പാണി ശരത്തിൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ട് ശൈത്യ ഭയങ്കര ഷോ ഓഫ് ഒക്കെ ഇറക്കുന്നുണ്ട്. അവൾ എൻ്റെ കാര്യം അങ്ങനത്തെ കാര്യം ഇങ്ങനത്തെ കാര്യമൊക്കെ അവൾ എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇതാക്കുന്നുണ്ട്. അപ്പോഴേക്കും അപ്പാണി ശരത്ത്, ജനങ്ങളിത് കാണണം, കണ്ടില്ലേ സ്വന്തം സുഹൃത്ത് വേറെ അവൾ തള്ളി പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാകുമെന്നാണ് പറയുന്നത്.